തീരദേശ മേഖലകളായ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിൽ ബി.ജെ.പി. സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി സന്ദർശനം നടത്തി. കടലാക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ എം.എൽ.എയും എം.പിയും ശ്രമിക്കാതിരിക്കുന്നത് തീരദേശ നിവാസികളുടെ ഗതികേടാണെന്നും സന്ദീപ് വചസ്പതി പറഞ്ഞു. യഥാർത്ഥത്തില് ഈ നമ്പർ 1 കേരളം എന്നൊക്കെ പറയുന്ന വായാടിത്തത്തിൻ്റെ ഒരു ദയനീയമായ കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഒരു മനുഷ്യര് ഓരോ വർഷവും ആവർത്തിച്ചുണ്ടാകുന്ന കടൽക്ഷോഭത്തിൻ്റെ ഇരകളാകുക എന്നുള്ളത് തീർച്ചയായും നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെ പരാജയം മാത്രമാണിത്. കാരണം ഓരോ വർഷവും ഇത് ആവർത്തിച്ചുണ്ടാകുന്ന ദുരന്തമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഏതെങ്കിലും ദുരന്തത്തിൻ്റെ ഇരകളല്ല ഈ സാധാരണ മനുഷ്യര്. ഓരോ വർഷവും ആവർത്തിച്ച് ഉണ്ടാകുന്ന ഓരോ ദുരന്തവും സർക്കാരിനും സ്ഥലം എം.എൽ.എക്കും ഗ്രാമപഞ്ചായത്തിനുമൊക്കെ പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായി മാത്രം മാറുന്നു എന്നതാണ് ഈ ചേലക്കര നമ്മൾ പാനൂർ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ മനസ്സിലാകുന്നത്. കാരണം കടലാക്രമണം എന്നുള്ളത് പുതിയ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഈ കടലാക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി പുലിമുട്ട് നിർമ്മിക്കുക, അത് ശാസ്ത്രീയമായി പരിരക്ഷിക്കുക എന്നതൊക്കെ ഭരിക്കുന്നവരുടെ ചുമതലയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെയൊക്കെ ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ കൊണ്ടുവന്ന് ചാക്കിൽ മണൽ നിറച്ചുകൊണ്ട് ഇട്ടിട്ട് പോയതിനപ്പുറത്തേക്ക് അവരുടെ ഉത്തരവാദിത്വം തീർത്തു പോയിരിക്കുകയാണ്. നമുക്കറിയാം, ചാക്കിനകത്ത് മണൽ നിറച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ കടൽക്ഷോഭത്തെ തടയാൻ പറ്റില്ല എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഭരണാധികാരികൾ. പക്ഷേ ജനരോഷത്തെ ഭയന്ന് അപ്പോഴപ്പോഴുണ്ടാക്കുന്ന താൽക്കാലികമായ ഒരു പരിഹാരം എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ ഒരു കാര്യവും ചെയ്യാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല. സ്ഥലം എം.എൽ.എ എന്ന നിലയിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല തികഞ്ഞ പരാജയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇതേവിടെ തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, നിലമ്പൂരിലെ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട് കറങ്ങി നടക്കുകയാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് സ്ഥലം വാർഡ് മെമ്പറുണ്ട്, പഞ്ചായത്ത് അധികാരികളുണ്ട്, എം.എൽ.എ ഉണ്ട്, എം.പി ഉണ്ട്, ഒരാളും ഇവിടെ എങ്ങുമില്ല. ജനങ്ങൾ ദുരിതത്തിൽ കഴിയുമ്പോൾ അവർ നാട് കറങ്ങി നടക്കുകയാണ്. ഇതിനൊരു അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘമാണ് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചത്. എന്നോടൊപ്പം ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ രാംദാസ്, മണ്ഡലം അധ്യക്ഷൻ ശ്രീ മഹേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി ശ്രീമതി ധന്യ, അതോടൊപ്പം തന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീമാൻ അജിത്ത് തുടങ്ങി എല്ലാ ഭാരവാഹികളും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ കാണുന്നത് ഒരു ജനപ്രതിനിധിയും ഇങ്ങോട്ട് ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവരുടെ ദുരന്തത്തിന് ആര് പരിഹാരം കാണും? കാരണം ഇതിന് പരിഹാരം കാണാൻ ചുമതലപ്പെട്ടവർക്ക് ഇതൊരു അവസരമാണ്. അവർ ഓരോ തവണയും കടലിൽ കായം കലക്കുന്നത് പോലെ കടലിൽ കല്ലിട്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു പരിഹാരവുമില്ല. ഇതിന് അടിയന്തരമായി പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ അതിശക്തവുമായ പ്രക്ഷോഭവുമായി ഭാരതീയ ജനതാ പാർട്ടി ഉടൻ തന്നെ രംഗത്ത് വരും. തീരദേശവാസികളുടെ ദുരിതം അധികാരികൾ ചാകരക്കാലമായാണ് കാണുന്നത്. അതിനാലാണ് പ്രശ്നം പരിഹരിക്കപ്പെടാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു. കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന കാർത്തികപ്പള്ളി താലൂക്കിലെ ചേലക്കാട്, പാനൂർ മേഖലകളും ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ മേഖലകളും സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. സംഘം സന്ദർശിച്ചു. ഇതെന്റെ വീടാണ്. എൻ്റെ പേര് മഹിളാമണി എന്നാണ്. ഞങ്ങൾ 33 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുക. ഇന്ന് കാണും നാളെ കാണുമെന്ന് പറഞ്ഞ് സേവാള് കേടുവെന്നും പറഞ്ഞിരുന്ന് ഞങ്ങൾ 13 ദിവസം സമരം ചെയ്തതിൻ്റെ പേര് കിട്ടിയതാണ് ഈ ചാക്ക്. അതിപ്പോൾ ഇടിഞ്ഞ് തീരാറായി. ഒന്നിനും ഇതിന് മെയിൻ്റനൻസ് ചെയ്യണം, അല്ലെങ്കിൽ സീവാൾ വരണം. ഇവിടെ ഇത്രയും ഭാഗത്തേ ഉള്ളൂ സീവാളില്ലാത്ത, ബാക്കി എല്ലായിടും സീവാളുണ്ട്. അന്ന് സമരം ചെയ്താൽ പറഞ്ഞു ഉടനെ കല്ലുണ്ട്, ഇപ്പം താൽക്കാലികത്തേക്ക് ഇടുവാന്നാണ് പറഞ്ഞ. അങ്ങനെ പറയാം, അല്ലെ ഞങ്ങൾ ഈ ചാക്ക് കുടിയിപ്പിക്കത്തില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം കാണുന്ന കടലും വീടുമായിട്ടുള്ള ദൂരം. ഇതെന്തോ ഞങ്ങളുടെ ജീവിതം വരെ മുട്ടിയിരിക്കുക. ഞങ്ങൾക്കിപ്പോൾ വാടക വീട്ടിൽ പോയി താമസിക്കാനൊന്നും പറ്റത്തില്ല. ഈ വിറ്റച്ചു പോകാൻ, ഇത് വിറ്റ ഈ കരിമണ്ണ് ആരും എടുക്കത്തുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? വർഷം വന്നിങ്ങനെ ഫോട്ടോയും എടുത്ത് ആളുകളും വന്ന് കണ്ടു കേട്ടെല്ലാം പോകുന്നതെല്ലാം ഒരു പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല. സുഖമില്ലാത്ത ആള്, ഹാർട്ട് രോഗിയാ. തൃക്കുന്നപ്പുഴ, കാർത്തികപ്പള്ളി പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് സംസ്ഥാന സർക്കാർ മാത്രമല്ല, സ്ഥലം എം.എൽ.എ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും ഉത്തരവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ്, ജില്ലാ സെക്രട്ടറി ധന്യ പി.എസ്, മണ്ഡലം അധ്യക്ഷൻ എം. മഹേഷ് കുമാർ, ജനറൽ സെക്രട്ടറി അജിത് കുമാർ, ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു,
ശാർങ്ങധരൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.